ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരാണ് കനകച്ചിലങ്ക. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെപ്പോലെ ഈ ഭാഷ. എന്താണ് പറയുന്നത്? നമ്മുടെ അമ്മ ചൊല്ലിത്തന്ന ഭാഷ, അതായത് മാതൃഭാഷ, അത് ഞങ്ങൾക്ക് അമ്മയെപ്പോലെയാണ് എന്നാണ് പറയുന്നത്. ആരാണ് അങ്ങനെ പറഞ്ഞത്? PT ഭാസ്കരപ്പണിക്കർ. നമ്മുടെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്, അല്ലേ? കാക്കിരിപ്പൂക്കിരി കാക്കിരിപ്പൂക്കിരി തേന്മാവിൻ്റെ എത്താക്കൊമ്പത്ത് കാക്കിരിപ്പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരിപ്പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരിപ്പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു. കാക്കിരിപ്പൂക്കിരി നാലഞ്ചെണ്ണം നിലത്തു വീഴുന്നു. കാക്കിരിപ്പൂക്കിരി തേൻതുള്ളികളീ നാവിനു സമ്മാനം. എഴുതിയിരിക്കുന്നത് രാമകൃഷ്ണൻ കുമരനെല്ലൂർ. തൂവൽ എന്നുള്ളതിൽ നിന്നാണ് ഇത്. മാവിൻ കൊമ്പിൽ മാങ്ങകൾ പഴുത്തു നിൽക്കുന്നതും അത് കണ്ട് കുട്ടികൾ സന്തോഷത്തോടെ ബഹളം വയ്ക്കുന്നതുമാണ് കവിതയുടെ വിഷയം. ശക്തമായ കാറ്റടിക്കുമ്പോൾ മാങ്ങകൾ നിലത്തു വീഴുന്നു. കുട്ടികൾക്കത് തേൻതുള്ളി പോലെ മധുരമുള്ള സമ്മാനമായി മാറുന്നു. താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കൂ. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതെല്ലാം? ആ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത്? കൂട്ടുകാരുമായി പങ്കുവയ്ക്കൂ. അപ്പോൾ ആവർത്തിച്ചു വരുന്നത് കാക്കിരി പൂക്കിരി എന്നുള്ള ആ വാക്കാണ്, അല്ലേ? കവിതയ്ക്ക് നല്ലൊരു താളവും പാടാൻ എളുപ്പവും നൽകാനാണ് കവി ഈ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ. വരച്ച ചിത്രങ്ങൾ പരസ്പരം പങ്കുവയ്ക്കൂ. അടുത്തത് വാമൊഴി ചന്തം. എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം. കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും പറച്ചിലും. അപ്പോൾ എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കിലുക്കം നിറഞ്ഞു കവിഞ്ഞതാണ് നമ്മുടെ പാട്ടും അതുപോലെ തന്നെ പറച്ചിലും. അപ്പോൾ നമുക്ക് നോക്കാം. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഒന്നാനമ്മയ്ക്കും മക്കൾക്കുമാടാൻ രണ്ടാം കുന്നിന്മേലൂഞ്ഞാല്. രണ്ടാനമ്മയ്ക്കും മക്കൾക്കും ചൂടാൻ മൂന്നാം കാവിലെ മുല്ലപ്പൂ. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. മൂന്നാനമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ നാലാം കാട്ടിലെ പൊന്മാല. നാലാനമ്മയ്ക്കും മക്കൾക്കും ചുറ്റാൻ അഞ്ചാം ചെമ്മുകിൽ പൂഞ്ചേല. തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ. ഇതൊരു നാടൻ പാട്ടാണ്. എന്താണ് ഇതിൽ പറയുന്നത്? ഒന്നാമത്തെ അമ്മയ്ക്കും മക്കൾക്കും ആടാനായി രണ്ടാമത്തെ കുന്നിൻ മുകളിൽ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ അമ്മയ്ക്കും മക്കൾക്കും തലയിൽ ചൂടാനായി മൂന്നാമത്തെ കാവിൽ അല്ലെങ്കിൽ തോട്ടത്തിൽ മുല്ലപ്പൂവ് വിരിഞ്ഞു നിൽപ്പുണ്ട്. മൂന്നാമത്തെ അമ്മയ്ക്കും മക്കൾക്കും അണിയാൻ നാലാമത്തെ കാട്ടിൽ പൊന്മാല സ്വർണമാല ഉണ്ട്. നാലാമത്തെ അമ്മയ്ക്കും മക്കൾക്കും ഉടുക്കാൻ അഞ്ചാമത്തെ ചെമ്മുകിലിൽ അതായത് ചുവന്ന മേഘത്തിൽ പൂഞ്ചേല മനോഹരമായ വസ്ത്രമുണ്ട് എന്നൊക്കെയാണ്. താളപ്പദങ്ങൾ. തിന്താരോ തക എന്നത് പാട്ടിന് നല്ല താളം നൽകാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. മലയാളത്തിൻ്റെ ഭംഗി നമ്മുടെ നാടൻ പാട്ടുകളിലെ കിലുക്കവും താളവുമാണ് ഈ പാട്ടിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇത് കൂട്ടുകാരോടൊത്ത് താളമിട്ട് പാടണം. ഈ പാട്ടിന് തുടർച്ചയായി ചില വരികൾ കണ്ടെത്താമോ? എഴുതി താളമിട്ട് പാടൂ. ഇനി തുടർച്ചയായിട്ടുള്ള വരികൾ നമുക്ക് എഴുതാം. അഞ്ചാനമ്മയ്ക്കും മക്കൾക്കും തിന്നാൻ ആരാമത്തിലെ തേൻപഴം. ആറാനമ്മയ്ക്കും മക്കൾക്കും പാർക്കാൻ ഏഴാം നാട്ടിലെ പൂമേട്. അഞ്ചാനമ്മയ്ക്കും അവരുടെ മക്കൾക്കും ഒന്നിച്ച് കഴിക്കാനായി പൂന്തോട്ടത്തിൽ അല്ലെങ്കിൽ ആരാമത്തിൽ നല്ല മധുരമുള്ള തേൻപഴം തയ്യാറായി നിൽക്കുന്നു.
ആറാനമ്മയ്ക്കും അവരുടെ മക്കൾക്കും സന്തോഷത്തോടെ താമസിക്കാൻ, പാർക്കാൻ ഏഴാമത്തെ നാട്ടിൽ മനോഹരമായ പൂക്കൾ നിറഞ്ഞ ഒരു കുന്നിൻ പ്രദേശം അല്ലെങ്കിൽ പൂമേട് ഒരുങ്ങിയിരിക്കുന്നു. ചില വായ്ത്താരികൾ ടീച്ചറോടൊപ്പം ചൊല്ലി ആസ്വദിച്ചല്ലോ. നിങ്ങളുണ്ടാക്കിയ വായ്ത്താരികൾ എഴുതി വയ്ക്കൂ. വായ്ത്താരികൾ സംഘമായി ചൊല്ലി ആസ്വദിക്കൂ. ഇത്തരം വായ്ത്താരികളുള്ള നാടൻ പാട്ടുകൾ ടീച്ചർ തരും. അവ പാടി രസിക്കൂ. അതുപോലെ തന്നെ ബാലസഭയിൽ അവതരിപ്പിക്കൂ. നിങ്ങൾ വായ്ത്താരിയും നാടൻ പാട്ടും മടി കൂടാതെ ചൊല്ലിയോ? സ്വയം പരിശോധിക്കൂ. അപ്പോൾ ഇതുപോലെ തന്നെ വായ്ത്താരികൾ ടീച്ചറിനോടൊപ്പം ചൊല്ലണം. പിന്നെയോ വായ്ത്താരികളുള്ള നാടൻ പാട്ടുകളും ടീച്ചർ പാടിത്തരും. അപ്പോൾ അതും ബാലസഭയിൽ അവതരിപ്പിക്കണം. പിന്നെ ഈ വായ്ത്താരിയും അതുപോലെ തന്നെ നാടൻ പാട്ടും നിങ്ങൾ മടി കൂടാതെ ചൊല്ലിയോ? അപ്പോൾ എല്ലാവരും നന്നായി ആസ്വദിച്ച് ചൊല്ലണം. അപ്പോൾ ആദ്യത്തേതൊരു വള്ളം കളിപ്പാട്ടാണ്. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തിത്തൈ ദൈ, തിത്തിത്താര തിത്തിത്തൈ തിത്തൈ തിത്തൈ ദൈ. അടുത്തത് ഒരു കൊയ്ത്തുപാട്ടാണ്. ചെണ്ടുമല്ലി പൂത്തതുപോലെ, ചെമ്പകപ്പൂ വിരിഞ്ഞതുപോലെ, കണ്ടം നിറയെ കൊയ്തുമെതിക്കാൻ കതിരുകൾ വന്നു നിറഞ്ഞല്ലോ. തന്നന്നം താനന്നം താനിന്നോ, തന്നന്നം താനന്നം താനിന്നോ. പാട്ടിലും കവിതയിലും മാത്രമല്ല ചൊല്ലുകളിലും താളമുണ്ട്. ഈ വിവരണം വായിക്കൂ. പഴഞ്ചൊൽ പൊരുമ. നാരങ്ങ പാല് ചൂട്ടയ്ക്കു രണ്ട്, ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ, ഓടി ഓടി വരണ കള്ളനെ പിടിച്ചേ. പൊടി വാറിയ കളിയാണ് മുറ്റത്ത്, ആകെ കൂക്കും വിളിയും ബഹളമയം. എന്താ മക്കളെ, കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ? അമ്മയാണ്. ഹായ്, നെയ്യപ്പത്തിൻ്റെ മണം. കുട്ടികൾ ആർത്തു വിളിച്ചു. ഓ, കളിയൊക്കെ നിർത്തിയോ? എന്താണിപ്പോൾ എല്ലാവരും ഇങ്ങോട്ടോടി വന്നത്? ആ, അതങ്ങനെയാ. അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നല്ലേ? അല്ല, നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത്? ബേബിയെ നോക്കി അമ്മ ചോദിച്ചു. അതേയ്, കളിക്കാനും കൂടിയിട്ടില്ല. തലവേദനയും പനിയുമാണത്രേ അവൾക്ക്. വയറുവേദനയുമുണ്ട്, ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു. എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ, അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു. വേണ്ടമ്മേ, എനിക്ക് വയ്യ, ബേബി ചിണുങ്ങി. കഷ്ടം തന്നെ, എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം. അത് തിന്നാറായപ്പോഴോ? ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന നിലയിലായി അവളുടെ കാര്യം, അമ്മ വിചാരിച്ചു. ബേബിക്കുട്ടിയെ, മോളുടെ പനി മാറുമ്പോൾ അമ്മ നെയ്യപ്പം ഉണ്ടാക്കിത്തരാം ട്ടോ. ബേബിയെ തൊട്ടുതലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി. മുറ്റത്ത് നിന്ന് വീണ്ടും ബഹളമുയർന്നു, കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. എന്താണ് പറയുന്നത്? കുട്ടികളെല്ലാം മുറ്റത്തിങ്ങനെ ബഹളം വെച്ച് കളിക്കുകയാണ്. അപ്പോഴാണ് അമ്മ പറയുന്നത് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന്. അത് കുട്ടികളെ ഉദ്ദേശിച്ചാണ്. കാരണം ഒരു കാക്കക്കൂട്ടിൽ കല്ലിട്ടാൽ എല്ലാ കാക്കകളും ബഹളം വയ്ക്കും അല്ലേ? അതുപോലെ തന്നെ ബേബിക്ക് നെയ്യപ്പം വളരെ ഇഷ്ടമാണ്. പക്ഷേ നെയ്യപ്പം ഉണ്ടാക്കിയപ്പോൾ കഴിക്കാൻ വയ്യ. അതിനാണ് അമ്മ പറയുന്നത് ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. അതായത് ആലിൻകായ പഴുത്തപ്പോൾ അത് കാക്കയ്ക്ക് വായ്പുണ്ണ് കൊണ്ട് കഴിക്കാൻ വയ്യാത്ത അവസ്ഥ എന്നാണ് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനം കിട്ടുമ്പോൾ അത് കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലായിരിക്കുക. അതാണ് ഈ ഒരു പഴഞ്ചൊല്ലിലൂടെ പറയുന്നത്. വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തൂ, എഴുതൂ. പാഠഭാഗത്തിലെ പ്രധാന പഴഞ്ചൊല്ലുകൾ ഇവയാണ്. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ, അരിയെറിഞ്ഞാൽ 1000 കാക്ക, ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ്. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അത് കാക്കകളെക്കുറിച്ച് മാത്രമാണോ? അല്ല, മനുഷ്യർ ഒരു സ്ഥലത്ത് ഒത്തുകൂടി വലിയ തോതിൽ ബഹളം വയ്ക്കുന്ന അവസ്ഥയെ കാണിക്കാനാണ് ഈ പഴഞ്ചൊല്ല് ഉപയോഗിക്കുന്നത്. അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത്? അല്ല അല്ലേ? അമ്മ നെയ്യപ്പം ഉണ്ടാക്കിയ മണം കേട്ടപ്പോഴേക്കും കുട്ടികളെല്ലാം കളി നിർത്തി പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടിക്കൂടി. എന്തെങ്കിലും ലാഭമോ ഇഷ്ടമുള്ള കാര്യമോ ഉള്ള സ്ഥലത്തേക്ക് ആളുകൾ പെട്ടെന്ന് ഒത്തുകൂടുന്ന സ്വഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ചൊല്ലുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ. മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കും.
ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ, വാക്കുകൾ എന്നിവ എഴുതി നോക്കൂ. വേലി തന്നെ വിളവു തിന്നുക. അതിനർത്ഥമെന്ന് പറയുന്നത് രക്ഷിക്കേണ്ടവർ തന്നെ ദ്രോഹിക്കുക. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയതുപോലെ, സ്വഭാവം മാറാത്ത ഒരവസ്ഥ. കൈ നനയാതെ മീൻ പിടിക്കുക, കഷ്ടപ്പെടാതെ ലാഭം നേടിയെടുക്കുക. ഒരു പഴഞ്ചൊല്ലും അതിനു ചേരുന്ന ചിത്രവുമാണ് ചുവടെയുള്ളത്. അത് നോക്കൂ. ഒരുമ തന്നെ പെരുമ. ഒരുമ തന്നെ പെരുമ. അതിന് അർത്ഥമെന്ന് പറയുന്നത് ഒത്തൊരുമയാണ് ഏറ്റവും വലിയ ശക്തി. പഴഞ്ചൊല്ലിനെ പറ്റി ചിത്രത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം? ഉറുമ്പുകളെല്ലാം ചേർന്ന് വലിയൊരു ഭാരം അല്ലെങ്കിൽ ഭക്ഷണം ഒരുമിച്ച് ചുമന്നു കൊണ്ടുപോകുന്നത് ചിത്രത്തിൽ കാണാം. ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത വലിയ കാര്യങ്ങൾ പോലും ഒരുമിച്ച് ചെയ്താൽ എളുപ്പത്തിൽ സാധിക്കാമെന്ന് ഈ ചിത്രം കാണിച്ചു തരുന്നു. പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം. എല്ലാവരും ഒന്നിച്ചു നിന്ന് ഒരേ മനസ്സോടെ പ്രവർത്തിച്ചാൽ എത്ര കഠിനമായ കാര്യവും എളുപ്പത്തിൽ സാധിച്ചെടുക്കാം. ഒറ്റക്കെട്ട് അല്ലെങ്കിൽ ഐക്യമത്യം. ചിത്രത്തിൽ ഒരു കൂട്ടം ചെറിയ ഉറുമ്പുകൾ ഒത്തുപിടിച്ച് തങ്ങളെക്കാൾ എത്രയോ വലിയ ഒരു പലഹാരം ചുമന്നുകൊണ്ടു പോകുന്നത് കാണാം. ഉറുമ്പുകളുടെ ഈ കൂട്ടായ്മയും ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്ന പഴഞ്ചൊല്ലിൻ്റെ മികച്ച ഉദാഹരണമാണ്. പഴഞ്ചൊല്ലുകൾ ഉപയോഗിച്ച് പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ നോക്കൂ. ക്ലാസ് മുറിയിൽ തൂക്കാൻ പറ്റിയ ചില പോസ്റ്റർ വാക്യങ്ങൾ. ഒരുമയോടെ മുന്നോട്ട്, വിജയത്തിൻ്റെ വഴിയിലേക്ക്. ഐക്യമത്യം മഹാബലം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. പഴഞ്ചൊല്ലുകൾ ചേരുമ്പോൾ ഭാഷയ്ക്ക് ഭംഗി കൂടുന്നത് കണ്ടല്ലോ. യോജിച്ച പഴഞ്ചൊല്ലുകൾ നിങ്ങളുടെ വർത്തമാനത്തിലും എഴുത്തിലും ചേർക്കാൻ ശ്രമിക്കൂ. പഴഞ്ചൊല്ലുകൾ വരുന്ന 2 ഉദാഹരണങ്ങൾ നോക്കാം. രാഹുൽ: അമ്മു, ഇത്രയും വലിയ പ്രോജക്റ്റ് നമുക്ക് എങ്ങനെ തീർക്കാൻ പറ്റും? അമ്മു: നമുക്ക് 2 പേർക്കും ഒന്നിച്ചിരുന്ന് ഇത് ചെയ്താൽ പോരെ? അപ്പോൾ രാഹുൽ: അതെ, ഒരുമ തന്നെ പെരുമ എന്ന് പറയുന്നത് പോലെ ഒന്നിച്ചു ചെയ്താൽ വേഗം തീരും. അമ്മു: ശരിയാ, നമുക്ക് വേഗം തുടങ്ങിക്കളയാം. മറ്റൊന്ന്. രാഹുൽ: അമ്മു, ഈ വലിയ കുപ്പിയിൽ എങ്ങനെയാ മുത്തുകൾ നിറയുക? അമ്മു: നമുക്ക് ദിവസവും ഓരോ മുത്ത് വീതം ഇതിൽ ഇടാം. ശരിയാ, പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ കുറേശ്ശെ ഇട്ടാൽ കുപ്പി വേഗം നിറയും. രാഹുൽ പറഞ്ഞു. അമ്മു: അതെ, നമുക്ക് ഇപ്പോഴേ തുടങ്ങാം. മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.